സുരക്ഷയിലാണ് ആ പ്രദേശം. ആ ബൂത്തൊക്കെ കനത്ത സുരക്ഷയിലാണ്. രാവിലെ മുതൽ തന്നെ കേന്ദ്ര സേനയുടെ അടക്കം സാന്നിധ്യം ആ ബൂത്തിലുണ്ട്. മുഖ്യമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്ന ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂൾ, പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂൾ പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് പ്രദേശം കാട്ടിലെ പീടിക എന്ന പോളിംഗ് പ്രദേശം കൂടിയാണ്. മുഖ്യമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കാണും. ഇന്നാണെങ്കിൽ നിരവധി വിഷയങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യ പിന്തുണ KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഒപ്പം മുഖ്യമന്ത്രിയുടെ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ശക്തി കേന്ദ്രമായ ഘട്ടകമായ വടക്കൻ ജില്ലകളിൽ, കണ്ണൂരടക്കമുള്ള വടക്കൻ ജില്ലകളിൽ പോളിംഗ് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് കൂടി മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഇടത് മുന്നണിക്ക് മാത്രമല്ല, കോൺഗ്രസിന്, BJP-ക്ക് ഒക്കെ ഏറെ പ്രതീക്ഷകളുള്ള ഒരുപാട് വാർഡുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ആധിപത്യമായിരുന്നു ഈ മിക്ക ജില്ലകളിലും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ ആധിപത്യം തുടരുമോ അതോ ഭരണവിരുദ്ധ വികാരം എന്ന് UDF പറയുന്ന ജനങ്ങളെ സ്വാധീനിക്കുമോ എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന് ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടിയാണ് കാത്തിരിപ്പുള്ളത്. 13-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇതിനൊക്കെ വളരെ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊപ്പം വോട്ട് ചെയ്യാനാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ എന്തെങ്കിലും പുതിയ വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ദിവസത്തിലുടനീളം ചർച്ച ചെയ്യാവുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയാറുണ്ട്. ഇന്നിപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കൾ, പ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. ഒരുമിച്ചാണ് അവർ വോട്ട് ചെയ്യാനായി ഈ കണ്ണൂരിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂൾ, പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം കണ്ണൂരിലെത്തിയിരുന്നു, പിണറായിയിലെത്തിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ വോട്ട് ചെയ്യാനായി രാവിലെ തന്നെ, ഇപ്പോൾ മണി 8:07, നേരത്തെ 8:30 അദ്ദേഹം എത്തുമെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ മുഖ്യമന്ത്രി എത്തി. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഔദ്യോഗികമായ തിരക്കുകൾ ഉണ്ടാകാം. മറ്റ് നാട്ടിലെത്തിയതാണ്. തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ കാണാനുള്ള സമയമൊക്കെ ഇന്നൊരു പക്ഷേ അതിനായി മാറ്റിവെച്ചേക്കാം. ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തുന്ന വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങും. ഒരുപക്ഷേ മാധ്യമങ്ങളുമായി സംസാരിച്ചേക്കാം എന്നും മനസ്സിലാക്കണം. പാർട്ടി പ്രവർത്തകരുടെ, അംഗരക്ഷകരുടെ, നേതാക്കളുടെ വലിയ സാന്നിധ്യം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ കാണാം, മകളെയും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂൾ, പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത്. കാട്ടിലെ പീടിക എന്ന പോളിംഗ് പ്രദേശമാണ്. ഇവിടെ പോളിംഗ് സ്റ്റേഷൻ, 1-ാമത്തെ പോളിംഗ് സ്റ്റേഷനിലാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത്. അല്പം മുമ്പാണ് KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് കണ്ണൂരിൽ വോട്ട് ചെയ്ത ശേഷം പരസ്യമായ പിന്തുണ അത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ഡെവലപ്മെൻറ്റായി വേണം കാണാൻ. കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പരാതികൾ കെട്ടിച്ചമച്ചതാണ്. 2-ാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന വേണമെങ്കിൽ സംശയിക്കാം എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ ഈ ദിവസത്തെ ബാധിക്കുമെന്നതും കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷൻ്റെ പിന്തുണ രാഹുലിന് കുറച്ചുകൂടി ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതും കാത്തിരുന്ന് കാണണം. അതായത് ഈ തെരഞ്ഞെടുപ്പ് ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാകുമോ ചർച്ച എന്നുള്ളത് വരും മണിക്കൂറുകൾ കാണാം. കോൺഗ്രസ് സ്വാഭാവികമായും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതര കാര്യം. മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഇതിലൊക്കെ ഒരുപക്ഷേ മറുപടിയും ഉണ്ടായേക്കാം. 2 ഭാഗമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ഭാഗത്തെയും
തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇന്നും BJPയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് UDFും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട്? ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇന്നലെയും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ UDFന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. എല്ലാ വിഭാഗങ്ങളും LDFനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് UDF കൺവീനറുടെ ഭാഗത്തുനിന്ന്. ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് UDFന്റേതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ പരാതി CMന് നേരിട്ടാണ് കിട്ടിയത്. ആ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? ഡ്രാഫ്റ്റഡ് ആണ് എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന അദ്ദേഹം സംശയിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം. ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം
എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. മതി 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 മതി. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് മടങ്ങുകയായിരുന്നു. അതിനിശിതമായ വിമർശനം കോൺഗ്രസിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. കോൺഗ്രസിലെ ചില സ്ത്രീ ലംബടന്മാർ എന്നാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക്. അവർ ഈ അതിജീവിത അല്ലെങ്കിൽ ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം പോലും നടത്തി. വലിയ ഭീഷണി ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ വാക്കുകൾക്കുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതുകൂടി പ്രസക്തമാണ്. വലിയ തോതിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകളും സണ്ണി ജോസഫിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പിന്തുണയും, രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച പിന്തുണയും മറ്റുമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിലെ ബൂത്തിൽ, പിണറായിയിലെ ബൂത്തിൽ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും മുഖ്യമന്ത്രിയും കുടുംബവും വോട്ട് ചെയ്ത് മടങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഇനി കാത്തിരിക്കുന്നത്.